അലീന സ്റ്റാൻലി ജോസഫിനെ പറ്റി പറഞ്ഞപ്പോ രേവതിക്കുട്ടിക്കും ഗ്രേസമ്മ ആന്റിക്കും മാമച്ചനങ്ങളിലും ചെറിയൊരു സംശയം തോന്നിയിരുന്നു അതാരാണെന്ന്. അങ്ങനെ അലീനെ വിളിച്ചതിന് ശേഷം രേവതിക്കുട്ടി പറയാണ്, ഷെറിൻ ചേച്ചിയുടെ പുനലൂരിലുള്ള വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്ത അലീന ചേച്ചി വല്യപ്പച്ചനെ കണ്ട് അന്വേഷിപ്പിച്ചോളും. രേവതിക്കുട്ടി പറയാണ്. അയാളുടെ പേരെന്താണ്? മാമച്ചൻ ചോദിച്ചു. ഔതക്കുട്ടിച്ചായൻ. രേവതിക്കുട്ടി പറഞ്ഞു. ഔതക്കുട്ടിച്ചായൻ. വീട്ടുപേരെന്താണെന്നറിയോ? അയ്യോ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു. വേറെ ആരുടെങ്കിലും പേരറിയോ? ഒരു ഔസേപ്പച്ചൻ. പിന്നെ റോബിച്ചനോ മറ്റേ പറഞ്ഞ കേട്ടോ. വല്യപ്പച്ചന്റെ ഭാര്യയുടെ പേരെന്താണെന്ന് എനിക്കറിയാം. ചിന്നമ്മ. ചിന്നമ്മ. ഗ്രേസമ്മ ആശ്ചര്യത്തോടെ ചോദിക്കാണ്. എന്താ ആന്റി? നീ ഉടനെ അലിനെ വിളിച്ച് ചോദിക്ക്, കൊട്ടാരമട്ടത്തിൽ എന്നാണ് അവരുടെ വീട്ടുപേരെന്ന്. മാമച്ചന് ഒരു ആകാംക്ഷയോടെ നിൽക്കാണ്. ഭക്ഷണം കഴിച്ചിട്ട് അലീനെ വിളിച്ചാൽ മതിയെന്ന് മാമച്ചനും ഗ്രേസിനെയും പറഞ്ഞിട്ടും രേവതിക്കുട്ടിക്ക് അത്രയും ക്ഷമയുണ്ടായില്ല. അവൾ അപ്പോൾ തന്നെ റൂമിൽ പോയി ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സെൽഫോൺ എടുത്തുകൊണ്ട് വന്നു. തിരിച്ച് ഡൈനിങ് റൂമിൽ എത്തുന്നതിനിടയിൽ അവൾ അലീനുമായി സംസാരിച്ചു കഴിഞ്ഞു. അലീന എന്ത് പറഞ്ഞു? ഗ്രേസമ്മ ആകാംക്ഷയോട് ചോദിച്ചു. വീട്ടുപേര് കൊട്ടാരമട്ടത്തിലും തന്നെ ആന്റി, രേവതിക്കുട്ടി പറഞ്ഞു. ഉറപ്പാണല്ലോ? മാമച്ചൻ ചോദിക്കാണ്. അതേന്ന്. അലീന ചേച്ചി ഇപ്പൊ തന്നെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മാമച്ചൻ അന്തം വിട്ടിരിക്കാണ്. ഗ്രേസമ്മയുടെ മുഖത്തും ഒരമ്പരപ്പുണ്ട്. എന്തു പറ്റി രണ്ടുപേർക്കും? രേവതിക്കുട്ടി ചോദിച്ചു. ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാർ തന്നെയാണോ ഈ അവതക്കുട്ടിച്ചായനും കൂട്ടരും? ഇപ്പൊ അങ്ങനെയാണല്ലോ കാണുന്നത്. ഷെറിന്റെ വീട്ടുപേര് കൊട്ടാരമട്ടത്തിൽ, അപ്പന്റെ പേര് അവതക്കുട്ടിച്ചായൻ, അമ്മയുടെ പേര് ചിന്നമ്മ. സഹോദരങ്ങളിൽ ആൽബർട്ടിനെയും എനിക്കറിയാം. മൂത്തയാൾ ഔസേപ്പച്ചൻ. മാമച്ചൻ ആശ്ചര്യത്തോടെ പറഞ്ഞിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായി. സ്റ്റാൻലി ജോസഫിനെയും ഓർമ്മ വരുന്നുണ്ട്. ഷെറിന്റെ മൂത്ത സഹോദരൻ മിലിറ്ററിയിലായിരുന്നെന്ന് ഷെറിൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പേര് മറന്നുപോയത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ അങ്ങളെ, നമ്മളന്ന് പൊന്നലൂര് പോയില്ലേ, അത് ഈ അവതക്കുട്ടിച്ചായന്റെ വീടല്ലായിരുന്നോ? രേവതിക്കുട്ടി അത്ഭുതത്തോടെ ചോദിച്ചു. ആയിരിക്കണമല്ലോ. അതായത് അലീന ചേച്ചിയുടെ പപ്പയുടെ തറവാട്ടിൽ. അതെ, അന്ന് നമ്മളോട് വെച്ച് കണ്ടത് അലീന ചേച്ചിയുടെ സ്വന്തക്കാരായിരുന്നോ? പിന്നല്ലാതെ. ഈശ്വര, അങ്ങനെയാണെങ്കിൽ നമ്മളെ അവതക്കുട്ടിച്ചായനെ അന്ന് കണ്ടിട്ടുണ്ടല്ലോ അങ്ങളെ. ശരിയാണ്, അന്ന് ഷെറിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവളുടെ അപ്പുറം ഉണ്ടായിരുന്ന കൂടെ, ഗ്രേസമ്മ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് എന്തോ അബദ്ധം പറ്റിയതുപോലെ തോന്നാ. ഷെറിൻ ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും ആന്റി? ഇപ്പോ 30 വയസ്സിൽ കൂടുതലുണ്ടാവാൻ വഴിയില്ല. അപ്പോ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനോ? 75 കാണുമായിരിക്കും. അല്ല മാമച്ചായ, കൂടി വന്നാൽ 77. ഏറ്റവും ഇളയ മോളല്ലായിരുന്നു ഷെറിൻ. അവളുണ്ടായപ്പോഴേക്കും ബാക്കിയുള്ള മക്കളെല്ലാം ഒരുമാതിരി വലുതായി. എന്നാലും അത് അതിശയമായി പോയി കേട്ടോ. ഇത് ശരിയാണോ അങ്ങളെ? അതോ വേറെ കൊട്ടാരം മറ്റോ വേറെ ഒതുക്കുട്ടിച്ചാലുണ്ടോ പൊന്നലൂര്? മാമച്ചനും ഗ്രേസമ്മയും അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അലീന ഷെറിന്റെ സഹോദരന്റെ മകളാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ തെളിയുന്നു. അലീനയ്ക്ക് പുനലൂരിലെ തറവാട്ടിലേക്ക് കടന്നെല്ലാം ഷെറിനുമായിട്ട് സംസാരിക്കുകയും അവളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അത് മാത്രമല്ല, അലീനയ്ക്ക് ഒരുപക്ഷെ ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് അപ്രത്യക്ഷമായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിനെ കണ്ടെത്താനും കഴിഞ്ഞേക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കണം. കാരണം അത് തങ്ങളുടെ മരിച്ചുപോയ മകന്റെ കുഞ്ഞാണ്. അവനും ഈ ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ജീവന്റെ ഒരേ ഒരു അടയാളമാണിത്. അനാഥയായ ഒരു പെൺകുട്ടിയെ മകളെ പോലെ സ്നേഹിച്ചു സംരക്ഷിക്കുന്നതിന് ദൈവം ഇങ്ങനെയായിരിക്കാം പ്രതിഫലം തരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജീവനുണ്ടോ എന്ന് നിശ്ചയമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നും. അലീനയെ വിളിച്ചത് പറയണം. ഷെറിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അന്വേഷിക്കാൻ അവൾക്കത് എളുപ്പമായിരിക്കും. മാമച്ചൻ രേവതിക്കുട്ടിയോട് പറഞ്ഞു. എന്തായാലും അവതക്കുട്ടിച്ചായൻ അറിയാതെ ആ കുഞ്ഞ് എവിടെ മാഞ്ഞു പോകാൻ വഴിയില്ല. അലീനോട് അവതക്കുട്ടിച്ചായൻ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. രേവതിക്കുട്ടി പറഞ്ഞ് സത്യമാണെന്ന് അറിയാവുന്നതിനാൽ മാമച്ചൻ മിണ്ടിയില്ല. ഗ്രേസമ്മ പറഞ്ഞു. നമ്മളെക്കുറിച്ച് അവരോട് പറയുന്ന അലീനോട് പ്രത്യേകം പറഞ്ഞേക്കണം. തൽക്കാലം നമുക്കവിടെ പോവുകയും വേണ്ട. ആർക്കും പ്രത്യേകിച്ചൊരു സംശയം ഇല്ലാത്ത വിധത്തിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചിട്ട് ഒന്നുകൂടെ ഉറപ്പാക്കട്ടെ. ആ കൊട്ടാരമറ്റവും ഈ കൊട്ടാരമറ്റവും ഒന്ന് തന്നെയാണോ എന്ന്. എന്നിട്ടുണ്ടായാൽ മതി മനപ്പായസം. ബോബിക്കും സാന്ദ്രയ്ക്കും കാര്യമെന്ന് പിടിയിട്ടില്ല. സാന്ദ്ര ചോദിച്ചു വിളിപ്പണ്ട പറയാമെന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഒഴിഞ്ഞു മാറി. ഫോൺ 2 തവണ റിങ് ചെയ്തപ്പോഴേക്കും അലീന എടുത്തു. രേവതിക്കുട്ടിയുടെ കോളിനായി കാത്തിരിക്കുകയാണ് അവൾ. അല്പം മുമ്പ് രേവതിക്കുട്ടി വിളിച്ച് സംസാരിച്ചു നിന്ന് അവൾക്ക് ചിലതെല്ലാം ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ചേച്ചി, രേവതിക്കുട്ടി വിളിക്കാണ്. ഞാനിവിടെ ഉണ്ടടി. എന്തായി നിന്റെ ഇൻവെസ്റ്റിഗേഷൻ? ചേച്ചി, ഞാനൊരു കാര്യം പറ. ചേച്ചി ഞെട്ടല്ലേ? നീ വാചമടിക്കാതെ കാര്യം പറ.
അലീന ചേച്ചി, ജോമോൻ ചേട്ടനെ സ്നേഹിച്ചിരുന്ന പെണ്ണ് ആരാണെന്ന് ചേച്ചിക്കറിയോ? ഷെറിൻ ആരാ? സാക്ഷാൽ കൊട്ടാരമട്ടത്തിൽ അവധക്കുട്ടിച്ചായന്റെ ഇളയ മകൾ അലീന ചേച്ചിയുടെ പപ്പയുടെ അനുജത്തി. അലീനയ്ക്ക് അത്ഭുതം കൊണ്ട് മിണ്ടാനാവാതെ മിഴിച്ചു നിൽക്കുകയാണ്. അലീന ചേച്ചി, നീ സത്യമാണോ മോളെ? ഇനി ഞാൻ ആണിടണോ? ശരിക്കും അന്വേഷിച്ചിട്ടാണോ മോളെ നീ പറയുന്നേ? പിന്നല്ലാതെ. മാമച്ചനാങ്കിളിനും ആന്റിക്കും അറിയാലോ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ കുറിച്ചും കുറെ വിവരങ്ങള്. അത് വെച്ച് ഒത്തു നോക്കിയപ്പോ സംഗതി ശരിയാ. അല്ലെങ്കിൽ അലീന ചേച്ചി അവധക്കുട്ടിച്ചാണ്ട് ചോദിച്ചു നോക്ക്. നിൽക്ക്, ആദ്യം എനിക്കൊന്ന് ബോധ്യമാവട്ടെ. ഒന്നുകൂടെ പറഞ്ഞ് എല്ലാം വിശദമായിട്ട്. വിശ്വാസം ആവണില്ലല്ലേ? ആദ്യം എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഓർത്തിട്ടും അതിശയം തീർന്നില്ല. രേവതിക്കുട്ടി ഷെറിന്റെ പപ്പയുടെ പേര് അവധക്കുട്ടിച്ചായൻ എന്ന് തന്നെയാണെന്നും അമ്മയുടെ പേര് ചിന്നമ്മയെന്നാണെന്നും ആവർത്തിച്ചു പറഞ്ഞു. ഷെറിന്റെ സഹോദരന്മാരുടെ പേര് കൂടി കേട്ടതോടെ അല്ലൊക്കെ തീർച്ചയായി. തോട്ടത്തിൽ നിന്ന് ജീപ്പ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവധക്കുട്ടിച്ചായൻ സ്റ്റാലിനോട് പറഞ്ഞു, നീ ആഫീസോട്ട് വരുമ്പം അവളെ കൂടി കൊണ്ടുവരണം. ഇതിന് നടത്തിപ്പൊക്കെ അവളും കൂടെ കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് വല്ല വയ്യാഴിക മറ്റോ വരുമ്പം അവളിതെല്ലാം വേണ്ട പോലെ നടത്തിക്കോളുമല്ലോ. അതിന്റെ ആവശ്യം വരില്ല. 1 വർഷത്തിനുള്ളിൽ ഞാൻ അവളുടെ കല്യാണം നടത്തും. അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. അതിനിടയ്ക്ക് ഇവിടുത്തെ റബ്ബർ തോട്ടം ഭരിക്കാൻ പഠിക്കേണ്ട കാര്യം എന്താ? 1 കൊല്ലത്തിനകത്ത് കല്യാണം നടത്തണോ? പുറന്നറിഞ്ഞ് നിൽക്കുകയാണെന്നല്ലല്ലോ അവൾ. വയസ്സ് 24 ആയിട്ടുള്ളൂ. അവധക്കുട്ടിച്ചാൻ ഓർമ്മിപ്പിച്ചു. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അവൾ പഠിക്കുന്നില്ല, ജോലി കിട്ടാൻ കാത്തിരിക്കുന്നില്ല. അവൾക്കുള്ള സ്ത്രീധന തുക സംഘടിപ്പിക്കാനും കാലതാമസം വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയ സമയം പാഴാക്കുന്നത്? 24 വയസ്സ് കല്യാണപ്രായം തന്നെയാണ്. എന്നാലും 1 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകും. അവക്ക് നമ്മളോട് ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ. ആരുടെ കൊതി തീർന്നില്ല? അലീനയുടെയോ അതോ അപ്പച്ചൻ്റെയോ? നീ എന്തൊക്കെ പറഞ്ഞാലും 1 കൊല്ലത്തിനകത്ത് അവളെ കെട്ടിച്ചിടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളുടെ കല്യാണം നടത്താൻ ഞാൻ അപ്പച്ചന്റെ സമ്മതം ആർക്ക് വേണം? അവളുടെ സമ്മതം വേണമല്ലോ. ഞാൻ അവളോട് പറയും 2 കൊല്ലം കഴിയാതെ ഒരു കല്യാണത്തിനും സമ്മതം മൂളരുതെന്നും നിനക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെന്നും അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ഞാൻ പറഞ്ഞേ കേക്കൂ. അവധക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാലിക്ക് ദേഷ്യം വന്നു. അപ്പച്ചൻ ഇന്നെ പൊണ്ണൂർക്ക് വിട്ടോ? ഞാൻ ബൈജുനോട് പറഞ്ഞേക്കാം കൊണ്ടുവിടാൻ. ഇനി ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിലും എനിക്കല്ല അപ്പച്ചനെ സംരക്ഷിക്കാനുള്ള ചുമതല. ഇളയ മോനൊരുത്തനുണ്ടല്ലോ റോബിച്ചൻ, അവന്റെ കടമ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി നിർത്ത്. അവധക്കുട്ടിച്ചായൻ ദേഷ്യത്തോടെ പറയാണേ. എന്തിന്? വണ്ടി നിർത്തടാ. സ്റ്റാലി സൈഡിൽ ജീപ്പ് നിർത്തി. അവധക്കുട്ടിച്ചായൻ അവിടെ നിന്ന് ഇറങ്ങിയേ. എന്നിട്ട് സ്റ്റാലിയുടെ നിറകെ തട്ടിക്കയറാണ്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നീ എന്നാടാ വലിയ കേണലായത്? എന്റെ മടിയിൽ കിടന്ന് അപ്പിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുള്ള നല്ലടാ നീ. അതും പറഞ്ഞ് അവധക്കുട്ടിച്ചായൻ കാലുകൾ നീട്ടി വെച്ച് നടപ്പ് തുടങ്ങി. അല്പനേരം അനങ്ങാതെ നിന്നിട്ട് സ്റ്റാൻലി ജീപ്പ് മെല്ലെ ഉരുട്ടി അവധക്കുട്ടിച്ചായന്റെ ഒപ്പം എത്തി. അപ്പച്ച വണ്ടിയിലോട്ട് കയറ്. നിനക്കെന്താ വണ്ടിയും കിണ്ടിയൊക്കെ ഉണ്ടായത്? അതൊന്നുമില്ലാത്ത കാലത്തും ഞാൻ അന്തസ്സായിട്ട് ജീവിച്ചവനാ അവധക്കുട്ടി. അപ്പോൾ അപ്പച്ചൻ കയറുന്നില്ലേ? ഇല്ല, നീ നിന്റെ പാട്ടിന് പോടാ. സ്റ്റാൻലി ജീപ്പ് ഓടിച്ച് നീങ്ങി. റബ്ബർ തോട്ടത്തിലൂടെ വളവ് തെരുവിൽ നിറഞ്ഞ ഇറക്കമാണ്. വളവുകൾക്കപ്പുറം ജീപ്പ് മറന്നു നോക്കി അവധക്കുട്ടിച്ചായൻ നടന്നു. 1 കിലോമീറ്ററോളം നടന്ന് തോടിന് മീതിയുള്ള പാലത്തിലെത്തിയപ്പോൾ ജീപ്പ് അവിടെ നിർത്തിയിരിക്കുന്ന കണ്ടു. സ്റ്റാൻലി ബോണ്ട് ചാർന്ന് ചുരുട്ട് വലിക്കുന്നുണ്ട്. ജീപ്പിനെ കടന്നു പോകാൻ ഭാവിച്ച അവധക്കുട്ടിച്ചായോട് സ്റ്റാൻലി ചോദിച്ചു, പുനലൂർ വരെ നടക്കാനാണോ പ്ലാൻ? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ജീപ്പിലോട്ട് കയറ്. വിസമ്മ ഭാവത്തിൽ അവധക്കുട്ടിച്ചായൻ നിൽക്കുകയാണ്. രണ്ടാമത് പറയിക്കല്ലേ? സ്റ്റാൻലി മീശ കറുപ്പിച്ചുകൊണ്ട് പറയാണ്. അവധക്കുട്ടിച്ചായൻ പിണങ്ങിയ കുട്ടിയെപ്പോലെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. സ്റ്റാൻലിയും കയറി. സ്റ്റാൻലി പറഞ്ഞു, അലീനയുടെ അപ്പൻ എന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പച്ചൻ അതിലൊന്നും കൈകടത്തരുത്. അതുപോലെ ഒരു അവകാശം നിന്റെ കാര്യത്തിൽ എനിക്കുമുണ്ട്. നിന്റെ അപ്പനല്ലടാ ഞാൻ. അവളുടെ വിവാഹക്കാര്യമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അതിനിടയ്ക്ക് അപ്പച്ചൻ പാര വെക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവൾ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര നല്ലൊരു ഭർത്താവിനെ മാത്രമേ ഞാൻ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുള്ളൂ. അവൾക്ക് പക്ഷേ അവളുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അപ്പച്ചൻ തെളിച്ചു പറ. കഴിഞ്ഞൊരു ദിവസം ഒരു പയ്യൻ അവളെ കാണാൻ വന്നിരുന്നല്ലോ. അവർ തമ്മിൽ ഇഷ്ടമാണെന്ന എന്റെ അറിവ്. അപ്പച്ചൻ എങ്ങനെ അറിയാം ഇഷ്ടമാണെന്ന്? സ്റ്റാലി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിക്കാണ്. അവനോട് വലിയ സ്നേഹമാ. കല്യാണം കഴിക്കാൻ ആലോചനയുണ്ട്. അലീനയ്ക്കോ? ഞാൻ അവളോട് ചോദിച്ചു. അവൾക്കും ഇഷ്ടമാണെന്നാ പറഞ്ഞത്. സ്റ്റാലി അല്പനേരം മിണ്ടാതിരിക്കാണ്. ഓരോ ചിന്തയുടെ അവസാനത്തിലെത്തിയ മട്ടിൽ പറഞ്ഞു, സാരയില്ല, അവളെ ആരും ഇഷ്ടപ്പെടും. തിരിച്ചൊരു ഇഷ്ടം തോന്നിയേക്കാം. ഈ പ്രായത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല. അവളുടെ മനസ്സിൽ അവനുള്ള വലിയ സ്ഥാനമുണ്ട്. അവനെ വലിയ കാര്യമാ. അവൾ ആ പാലാ വീട്ടിലെ വേലക്കാരിടുന്ന സമയത്ത് അവൻ സഹായിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത്രേ ഉള്ളോ? പകരം അവൻ നിങ്ങൾ സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുത്തേക്കാം.
അങ്ങനെയല്ല ലാളിച്ച, സമ്പത്ത് കാലത്ത് സഹായിച്ചവരെ ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും. പക്ഷെ ഒരു ആപത്ത് കാലത്ത് സഹായിച്ചവരെ മറക്കാൻ മനസാക്ഷിയുള്ളവർക്ക് പറ്റത്തില്ല. അതിന്റെ വില മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വരില്ല. അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അപ്പച്ചനോട് അവൾ പറഞ്ഞോ? അത്രയൊന്നും അവൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ കല്യാണം കഴിക്കുന്ന സമയം വരുമ്പം അവനായിരിക്കും മുന്നിൽ. നമുക്കിത് പറ്റില്ലെന്ന് അപ്പച്ചനോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞോളോട് നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോഴെന്ത് പറഞ്ഞു? ഞാനും നീയുമൊക്കെ ക്രിസ്ത്യാനികളെ അല്ലെന്നാ അവളുടെ അഭിപ്രായം. അവധക്കുട്ടിച്ചാൻ പറയുന്നുണ്ട്. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ അപ്പച്ച? ഒരു ദിവസം അവളെന്നോട് തർക്കത്തിന് വന്നു. ഞാൻ ഈ തോട്ടിൽ ചെക്കിടാൻ കിട്ടിയത് ശരിയായില്ല, തോട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ട കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ആരോപണം. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നെല്ലാം അങ്ങനെ വല്ലവർക്കും കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? അവൾ അനാഥാലയത്തിൽ വളർന്നതിന്റെ കുഴപ്പമാ. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചല്ലേ വളർന്നത്. അത് കഴിഞ്ഞില്ലേ? ഇപ്പോൾ സുഖമല്ലേ അവക്ക്? ഇനി എന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്? വിട്ടേക്കണം. പക്ഷെ അവള് പറഞ്ഞത് കേൾക്കുമ്പോൾ തോന്നും എല്ലാം ശരിയല്ലേന്ന്. ഒരു മറുപടിയും നമുക്ക് പറയാനില്ല. അതാണൊരു പ്രശ്നം. സംഗതി ശരിയാണെന്ന് സ്റ്റാലിക്ക് അറിയാം. അവളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ദേഷ്യം കൊണ്ടോ ഗർവ് കൊണ്ടോ ഉഗ്ര ശാസന കൊണ്ടോ അവളെ നിശബ്ദയാക്കാൻ സാധ്യമല്ല. പക്ഷെ അവളുടെ കല്യാണക്കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനമെടുക്കും. പാലക്കാരനുമായിട്ടുള്ള ബന്ധം എന്തായാലും ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ചും ആ കുടുംബത്തിൽ നിന്ന്. അതിനെതിരെ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അപ്പച്ചന് പറ്റുമെങ്കിൽ പലപ്പോഴായിട്ട് നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക, സ്റ്റാലി പറഞ്ഞു. എന്നെ കൊണ്ട് കഴിഞ്ഞ ചെയ്യാം. ജീപ്പ് അങ്ങനെ ബംഗ്ലാവിലെത്തിയേ. അലീന ആന്റപ്പനായി സംസാരിച്ചുകൊണ്ട് സിറ്റോറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഊണൊഴിക്കേണ്ട സമയമായതിനാൽ അവൾ തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. ഊണിന് ശേഷം അവധക്കുട്ടിച്ചാൻ പത്രം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചമയക്കത്തിന് കാത്തെടുക്കുമ്പോൾ അലീന മുറിലേക്ക് ചെന്നു. വല്യപ്പച്ചന് ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വർത്താനം പറയാം. ഉറക്കം വരുമ്പോൾ നിർത്താം. വർത്തമാനം പറയാൻ ആളുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുമോ? നല്ല കളിയായി. ചുമ്മായിരുന്നു മടക്കുമ്പോഴാ ഉറങ്ങുന്നേ. വല്യപ്പച്ചൻ എന്നെ എന്നാ പുള്ളർക്ക് കൊണ്ടുപോകുന്നേ? വല്യപ്പച്ചന്റെ തറവാട്ടിലെ? അതിന് നിന്റെ അപ്പ സമ്മതിക്കണ്ടേ? അവൻ പിടിക്കുന്ന മുയലിനെല്ലാം 3-4 കൊമ്പ. പപ്പ എന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. വല്യപ്പച്ചൻ റെഡിയാണോ? അതായത് വേറെ പ്രശ്നം എന്താന്ന് വെച്ചാല് നിന്റെ കാര്യത്തിൽ എന്റെ മക്കളെല്ലാം ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുക. ലാലിച്ചനെ പേടിച്ചിട്ടാ അവരുടെ ഒന്ന് ഹിംസിക്കാത്തത്. അവരുള്ള ദേഷ്യമെല്ലാം കൂടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്താ അവർ തീർക്കുന്നത്. ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയാൻ വയ്യ. അവരെല്ലാം കൂടി എന്നെ കൊല്ലോ? അങ്ങനൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ശവത്തിൽ ചവിട്ടി വേണം എന്റെ മോളെ ദോഹത്ത് തൊടാന്. അവരെന്ത് ചെയ്യുന്ന പറ. വീട്ടിൽ കയറാൻ സമ്മതിച്ചില്ലെങ്കിലാന്നാ. വല്യപ്പച്ചൻ ഇവിടെ അല്ലേ? വല്യപ്പച്ചൻ അവിടുത്തെ കടവയല്ലായിരുന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ സ്വത്തെല്ലാം വീതം വെച്ച് മകൾക്ക് കൊടുത്തില്ലേ? വീടിന്റെ പേരിലാണെങ്കിലും ഭരണമൊക്കെ റോബച്ചന് ഭാര്യയും കൂടിയാ. എന്നാലും വല്യപ്പച്ചനൊരു പിടിപാടില്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല. അങ്ങനെ ഇടപാടാ. നമ്മൾ അധികാരം വിട്ടുകൊടുത്താ പിന്നെ നമ്മുടെ വാക്കിന് വില കുറവാ. അതിനെ വിട്ടുകൊടുത്തത് അവർക്കും ഭരിക്കണ്ടേ? ഞാൻ ഏതാണ്ട് 40 കൊല്ലത്തോളം എല്ലാം കൈവശം വെച്ച് ഭരിച്ചു. ഒരു 25 കൊല്ലമെങ്കിലും അവർക്കും കിട്ടണ്ടേ? എന്റെ മക്കളല്ലേ? അവധക്കുട്ടിച്ചാൻ പറയാണ്. പുരുഷന്റെ ജീവൻ എന്ന് പറഞ്ഞാ അതിനെ 4ആയിട്ട് തിരിക്കാം. കുതിര, കഴുത, പട്ടി, മൂങ്ങ. അതൊന്ന് വിസ്തരിച്ച് പറ, ഞാൻ കേട്ടില്ലല്ലോ. കുതിരയെന്ന് പറഞ്ഞാ കുതിച്ചാടി മറിഞ്ഞ് മതിച്ചു പറയുന്ന കാലമാ കല്യാണം വരെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഴുതിയാ. വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിച്ച് വളർത്തണം, അവർക്കുള്ളത് സമ്പാദിക്കണം. കഴുതിയെ പോലെ പണിയെടുക്കും. മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടിയാ. മക്കൾ കുടുംബം ഭരിക്കുന്നു, പോകുന്നു, വരുന്നു, അവരുടെ മക്കളെ വളർത്തുന്നു. നമ്മുടെ വീട്ടുകാരുടെ ഒരാള്. വല്ലപ്പോഴും ചന്തയ്ക്ക് പോകാനും അതും കഴിഞ്ഞാൽ പിന്നെ മൂങ്ങ. ഈട് തീർന്നു. ഒരിടുങ്ങിയ മുറിയും ഒരു പാളി ജനലും ഒരു പഴയ കട്ടിലും. എഴുന്നേക്കണമെങ്കിൽ ആരുടെയെങ്കിലും പിടിക്കണം. പാതി ഇരുട്ടത്തങ്ങനെ ഒറ്റക്കൊരു കിടപ്പാ. ഇടയ്ക്ക് മക്കളോ ബന്ധുക്കളോ ഒക്കെ സന്ദർശിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, സുഖാണോ വല്യപ്പച്ച? നമ്മൾ ചുമ്മാ മൂളും. അപ്പോഴും ഇതാണ് മൂങ്ങ. അയ്യോ കഷ്ടം. അപ്പച്ചനിപ്പോ വല്യപ്പച്ചനിപ്പോ ഏത് അവസ്ഥയിലാ? പട്ടി. വല്യപ്പച്ചന് വിഷമമുണ്ടോ? അത് കുടിച്ചാൻ പുഞ്ചിരിച്ചു. എന്തിനാ വിഷമിക്കുന്നേ? ഞാനല്ലല്ലോ ആദ്യത്തെ പട്ടി, അവസാനത്തെ പട്ടി ഞാനല്ല. എല്ലാവരും ഇത് കടന്നു പോയേ പറ്റൂ. വല്യപ്പച്ചൻ മക്കൾ ആരൊക്കെയാ, എവിടെയൊക്കെയാ? എന്നോടെല്ലാം വിസ്തരിച്ച് പറയാവോ? അറിഞ്ഞിട്ടെന്തിനാ? എന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയണ്ടേ? അവധക്കുട്ടിച്ചാൻ തന്റെ മക്കളെ പറ്റി അലിയോട് പറയാണ്. 4 ആൺമക്കൾ, 2 പെൺമക്കൾ. ആൺമക്കളുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ താമസ സ്ഥലങ്ങൾ, ജീവനിലവാരം എല്ലാം വിശദമായിട്ട് അലിന ചോദിച്ചറിഞ്ഞു. പെൺമക്കളിൽ മൂത്തവൾ കന്യാസ്ത്രീയാന് പോയി. സിസ്റ്റർ മരിയ റോസ്. ലില്ലിക്കുട്ടീന ശരിക്കുള്ള പേര്.
ഇപ്പം വടക്കാ, ബംഗാളിന്റെയൊക്കെ വടക്ക്. സ്ഥലപ്പേര് ഞാൻ മറന്നു. അതിനിളയവളെ കെട്ടിച്ചു. ഒരു ഗൾഫുകാരനെ കിട്ടിയത് അവധക്കുട്ടിച്ചാൻ വെളിപ്പെടുത്തി. ആ മോളുടെ പേരെന്താ? ഷെറിൻ. റാണിമോളെന്നാ ഞങ്ങൾ എല്ലാരും വിളിക്കുന്നേ. വലിയ പഠിത്തക്കാരിയാ, ഡിഗ്രി ഡിപ്ലോമയും ഒക്കെ ഉണ്ടായിരുന്നതാ. ദേഹത്തൊടുന്നോളം ഒരു തരിപ്പ് പടരുന്നത് അലീന അറിഞ്ഞു. ഒരു മഹാരഹസ്യത്തിന് താക്കോൽ കണ്ടെത്തുമ്പോഴുള്ള ആത്മഹർഷമാണത്. ഭർത്താവിന്റെ പേരോ? ടോണി. മാമച്ചങ്ങളും ആന്റിയും താനും രേവതിക്കുട്ടിയും കൂടി മൂവാറ്റുപുഴയിൽ പോയി ടോണിയെ കണ്ടത് അലീനയുടെ ഓർമ്മയിലെത്തി. അവരിപ്പോ എവിടെയാ? അലീന ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അവരിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നു. അവധക്കുട്ടിച്ചായൻ എങ്ങും തൊടാത്ത പോലെ പറയണേ. ഷെറിൻ ചേച്ചി ഇപ്പൊ എവിടെയുണ്ട്? ഗൾഫിലാണോ? അതോ? നിനക്കവൾ ചേച്ചിയല്ല മോളെ, നിന്റെ ഇളയമ്മയായിട്ട് വരും. അവളിപ്പോ വീട്ടിലുണ്ട്. അവന് മാത്രമേ ജോലിയുള്ളൂ. ഏത് വീട്ടിലാ? ഭർത്താവിന്റെ വീട്ടിലാണോ? അതോ? പുനലൂരുണ്ട്. അവൻ അവധിക്ക് വരുമ്പോഴേ അവൾ മൂവാറ്റുപുഴയ്ക്ക് പോകത്തുള്ളൂ. അങ്ങനാ പതിവ്. ഇത്രയൊക്കെ പഠിച്ച് ഷെറിനാൻഡിക്ക് കൂടി ഗൾഫിൽ ജോലി കിട്ടില്ലായിരുന്നോ? അതിനുവേണ്ടി ശ്രമിച്ചു. അവൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത പോലെയാ. അവന് ഉത്സാഹിച്ചില്ലെന്ന് കരുതിക്കോ. ഷെറിനാൻഡിന്റെ കല്യാണം കഴിഞ്ഞപ്പോ എത്ര വർഷമായി? ഇപ്പം 3 വർഷമായി. എത്ര കുട്ടികളുണ്ട്? 1 or 2? മക്കളൊന്നും ആയില്ല. ആര് പറഞ്ഞു ഉണ്ടെന്ന്? വല്യപ്പച്ചൻ കള്ളം പറയുമ്പോ ശബ്ദത്തിന് വേണ്ടത്ര വിലയില്ലെന്ന് അതെനിക്ക് മനസ്സിലായി. അതെന്താ മക്കളില്ലാത്ത? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താറുന്നല്ലോ. ഓ, കണ്ട അനാഥപ്പിള്ളാരൊന്നും ദത്തെടുത്ത് വളർത്തേണ്ട ഗതികേട് അവർക്കില്ല. അവധക്കുട്ടിച്ചായും പറയാണ്. വല്യപ്പച്ചൻ അനാഥ കുഞ്ഞുങ്ങളെ വില കുറിച്ച് കാണരുത്. ഞാനും ഒരിക്കൽ ഒരു അനാഥ കുഞ്ഞായിരുന്നു. 23 വർഷം അവിടുത്തെ ചോറുണ്ടാണ് വളർന്നത്. അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഓരോ അനാഥ കുഞ്ഞുങ്ങളുടെ ജനനത്തിന് പിന്നില് ആരുടെയൊക്കെയോ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ക്രൂരതയുണ്ട്. അവരുടെ കാണാൻ പറയാത്ത അവരെ പ്രസവിച്ച അമ്മമാരുടെ കരച്ചിലുണ്ട്. അവധക്കുട്ടിച്ചാൻ ആകപ്പാടെ വല്ലാണ്ടായേ. ഓർക്കാതെയാണെങ്കിലും താൻ അനാഥക്കുട്ടികളെ പറ്റി താഴ്ത്തി പറഞ്ഞത് അവളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അയാൾക്ക് വല്ലായ്മ തോന്നി. അയാളുടെ മുഖത്ത് നോക്കാൻ കൂടി മടിച്ച് അയാൾ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. അലീന അയാളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. സാരമില്ല വല്യപ്പച്ചൻ, അതോർത്ത് വിഷമിക്കണ്ട. അവൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകണം. എനിക്ക് എല്ലാവരെയും കാണണം, പ്രത്യേകിച്ച് ഷെറിനാൻഡിയെ. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. എനിക്കൊരു കൂട്ടാവുമല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. അവധക്കുട്ടിച്ചായൻ മറ്റേലേക്ക് ചാഞ്ഞു. പപ്പയോട് ചോദിച്ചു. ഞാൻ സമ്മതം വാങ്ങി വയ്ക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഒന്നിച്ച് പുനലൂർക്ക് പോകും. ആലീന തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. സ്റ്റാൻലി കുറച്ച് മേലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡോർ ഹാളിൽ തിരുന്ന ശബ്ദം കേട്ട് അയാൾ മുഖം തിരിച്ചു നോക്കി. ഡോർ ഹാളിൽ നിന്ന് പിടിവിടാതെ വാതിൽ പാൽ തുറന്നു പിടിച്ചിരിക്കുകയാണ് അലീന. അപ്പൊ ബിസിയാണോ? ആണെങ്കിൽ എന്താ, എന്നാ ഞാൻ പിന്നെ വരാം. എപ്പോഴാ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വാ. അലീന മടിച്ച് അകത്തേക്ക് ചെന്നു. എന്താ ചോദിക്കാനുള്ളത്? വളച്ചുകെട്ട മുഖവരൊന്നും ഇല്ലാതെ നേരെ വിഷയത്തിലേക്ക് വരിക. അതാണ് എനിക്കിഷ്ടം. എനിക്ക് പപ്പയുടെ വീട്ടിലൊന്ന് പോകണം. എവിടെ? പുനലൂര്. പപ്പയുടെ തറവാട്ടില്. പോകണ്ട, സ്റ്റാലി പറഞ്ഞു. പോയാൽ എന്താ പപ്പ? പോകണമെന്ന് പറഞ്ഞാ വേണ്ട. എന്റെ വല്യപ്പച്ചനെ വിടല്ലേ പപ്പ? അവിടെ പോയി എനിക്ക് എല്ലാവരെയും കാണണ്ടേ? സ്റ്റാലിയെ ശ്രദ്ധിക്കാതെ വീണ്ടും മീറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീന എഴുന്നേറ്റ് വാതിൽ നേർക്ക് നടന്നു. വാതിൽക്കൽ ചെന്നിട്ട് അവൾ സ്റ്റാലിയെ നോക്കി. സ്റ്റാലി ഒരു നിമിഷം മുഖം തിരിച്ച് അവളെ നോക്കി. അലീന മെല്ലെ വാതിലടച്ചു. സ്റ്റാലി എന്റെ ജോലിയിൽ വീണ്ടും കയറിയിരിക്കുകയാണ്. 8:30 ആയപ്പോ ആൻ്റപ്പം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാണ്. അലീനയോടെ സ്റ്റാലി ചോദിച്ചു. കിച്ചണിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു സാധനം വിളിക്കാൻ. സാധാരണ അലീനയാണോന്ന് വിളിക്കാറ്. സ്റ്റാലി എഴുന്നേറ്റ് ഊണുമൽ ചെന്നു. ഭക്ഷണം മേശപ്പുറത്ത് റെഡിയാണ്. ആൻ്റപ്പൻ പ്ലേറ്റിൽ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. അപ്പച്ചനെ അലീനെ വിളിക്ക്, സ്റ്റാലി പറയാണ്. ആൻ്റപ്പൻ പോയി. അല്പം കഴിഞ്ഞപ്പോ അവധക്കുട്ടിച്ചാൻ മാത്രം വന്നു. ഇതെന്താണ്, നിങ്ങളാരും കഴിക്കുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് അവധക്കുട്ടിച്ചാൻ പറയാണ്. എന്ത് പറ്റി? അലീനയുടെ മുറിയിലെ ടൈം പീസ് സ്ലോ ആണോ? അത് 8 മണിയേ ആയിട്ടുള്ളൂ. ഇനി 1/2 മണിക്കൂർ കൂടിയുണ്ട് ഭക്ഷണ സമയമാകാൻ എന്ന് നമ്മുടെ അവധക്കുട്ടി പറയുന്നുണ്ടേ. അത് കറക്റ്റ് ചെയ്താൽ പോരെ? ഇനിയിപ്പം അങ്ങനെ ഇരിക്കട്ടെന്നാ അവൾ പറഞ്ഞത്. സ്റ്റാലിക്ക് കാര്യം മനസ്സിലായി. പുതിയ സമരമുറയാണ്. അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഞാനും അവളുടെ കൂടെയുള്ളൂ. അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകത്തില്ലേ? അതും സ്റ്റാലിക്ക് പിടികിട്ടി. 2 പേരും കൂടിയുള്ള ഒത്തുകളിയാണ്. നീ കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. അവധക്കുട്ടിച്ചാനോട് തിരിച്ചു പോവാണ്. സ്റ്റാലി തനിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം വന്ന്. എന്നിട്ട് സ്റ്റാലിക്ക് ഒരു പോരായ്മ തോന്നി. ഇങ്ങനെയല്ല പതിവ്. അലീന അരികെ ഇരിക്കുമായിരുന്നു.
അവളുടെ കൈകൊണ്ട് തന്നെ വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുമായിരുന്നു. സ്റ്റാലി ആഹാരം കഴിക്കുന്നത് പാതി വഴിക്ക് നിർത്തി എഴുന്നേറ്റു. കേണൽ സാബ് കഴിച്ചില്ലല്ലോ? ആനപ്പൻ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു കഴിച്ചില്ലെന്ന്? എനിക്ക് വേണ്ടത്ര ഞാൻ കഴിച്ചു. സ്റ്റാലി ആനപ്പനോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് മുറിയിലേക്ക് പോയി. ഉച്ചയൂണ് കഴിക്കാനിരുന്നപ്പോൾ സ്റ്റാലി തനിച്ചായിരുന്നു. അയാൾ ആനപ്പനോട് ചോദിച്ചു, രാവിലെ എപ്പോഴെങ്കിലും അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓവ 9 മണിക്ക്. ശരി. സ്റ്റാലി തനിച്ചിരുന്ന് ഊണ് കഴിച്ചു. 3 മണിയായപ്പോൾ അയാളൊന്ന് അലീനെ വിളിച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ പോകണ്ടേ? അലീന പരിഭവത്തോടെ അയാളെ നോക്കി. വേണ്ടല്ലോ. നീ അലീനോട് ആവശ്യപ്പെട്ടത് ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. 2 ദിവസം അവൾ സ്റ്റാലിയുടെ പിന്നാലെ നടന്ന് കെഞ്ചിയിട്ടാണ് അയാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സമ്മതിച്ചത്. ഇപ്പൊ തോന്നാ ഒന്നും വേണ്ടാന്ന്. ശരി, വേണ്ടെങ്കിൽ പഠിക്കണ്ട. സ്റ്റാലി തിരികെ പോയി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവധക്കുട്ടിച്ചായൻ ചോദിച്ചു. ഇനി അവൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കോ? അലെനിക്ക് വലിയ വിഷമായി. വല്യപ്പച്ചന്റെ മോനെന്താ ഇങ്ങനെ? ഒരു മനസ്സലിവില്ലാതെ. ഞാനടുത്തത് സ്നേഹമായിട്ടാ പപ്പയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുവിളമ്പി കൊടുത്തോണ്ടിരുന്നത്. പപ്പയ്ക്കും വലിയ സന്തോഷമായിരുന്നില്ലേ? എന്നിട്ടിപ്പം കണ്ടോ, ഞാൻ എടുത്തില്ലാഞ്ഞിട്ടും പപ്പ ഇരുന്ന് കഴിച്ചിട്ട് പോയി. എന്തുമാത്രം സംഘത്തോടെയാ ഞാൻ മാറുന്ന പപ്പയ്ക്ക് പോലും ഓർക്കുന്നില്ല. അവന്റെ സ്വഭാവം അങ്ങനെ ആയി പോയി. നീ സങ്കടപ്പെട്ടെന്താ കാര്യം? അവധക്കുട്ടിച്ചായൻ പറഞ്ഞു. എന്നാൽ രാത്രി ഭക്ഷണത്തിന് മുമ്പ് സ്റ്റാലി അലീനയുടെ മുറിയിലേക്ക് ചെന്നു. നിന്റെ ടൈം പീസ് എവിടെ? അയാൾ ചോദിച്ചു. അലീന TV സ്റ്റാൻഡ് ചൂണ്ടിക്കാണിച്ചു. സ്റ്റാലി ഇന്ന് ടൈം പീസ് എടുത്ത് നോക്കി. അതിന്റെ സൂചികൾ ചലിക്കുന്നുണ്ട്. പക്ഷെ സമയം 1/2 മണിക്കൂർ പുറകോട്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാലി ഇത് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ സമയം കൃത്യമാണ്. അലീന മിണ്ടിയില്ല. സ്റ്റാലി ഡൈനിങ് ഹാളിലേക്ക് പോയി. അവിടെ അല്പസമയം ചുറ്റിപ്പറ്റി നിന്നു. ആനപ്പൻ ഭക്ഷണം എടുത്ത് വെച്ചെങ്കിലും സ്റ്റാലി കഴിക്കാനിരുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ആനപ്പൻ അലീനെ സമീപിച്ച് പറഞ്ഞു, കേണൽ സാബ് ഒന്നും കഴിക്കാതെ പോയില്ല കുഞ്ഞെ. അലീന ഉടൻ ഊണുമുറിൽ ചെന്ന് നോക്കി. സംഗതി ശരിയാണ്. അവൾ ഉടൻ സ്റ്റാലിന്റെ മുറിയിലെത്തി. അയാൾ മദ്യപിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും ഐസ്ക്രീമും സോഡയും എല്ലാം ടീപ്പോയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞു. മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോ അലീന അകത്തേക്ക് കയറി ചെന്നു. പപ്പയെന്താ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്? എനിക്ക് വേണ്ടെന്ന് തോന്നി. വേണ്ടെങ്കിൽ എന്താ ഊണുമുറിൽ വന്നത്? അവിടെ വന്നപ്പോഴാ എനിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെ തോന്നാൻ എന്താ കാരണം? വിശപ്പില്ലാഞ്ഞിട്ടാകാം. അപ്പോ പപ്പയ്ക്ക് കയറി വെക്കാനൊക്കെ അറിയാല്ലേ? എഴുന്നേറ്റ് വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. എനിക്കിനി വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പപ്പ എഴുന്നേറ്റ് വാ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അലീന. അയാൾ മദ്യം കയ്യിലെടുത്തപ്പോ അലീന കഴുത്തിൽ പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. പപ്പ പ്ലീസ്. സ്റ്റാലി അയഞ്ഞില്ല കേട്ടോ. അയാളുടെ വിരലുകൾ ക്രമേണ ദുർബലമായി. സ്റ്റാലി ഗ്ലാസ് ഉയർത്തിയോടെ അവൾ പിടുത്തം വിട്ടു. സ്റ്റാലിന് മദ്യം കുറച്ച് സിപ്പ് ചെയ്തു. പതുക്കെ ഗ്ലാസ് കാലിയാക്കി. അടുത്ത പെഗ് ഒഴിക്കാൻ തുടങ്ങിയപ്പോ അവൾ വീണ്ടും സ്റ്റാലിന്റെ കൈപ്പണ്ടയിൽ പിടിച്ചു. പപ്പ എണീറ്റ് വരുമോ? ഇല്ല. അലീനയ്ക്ക് കരച്ചിൽ വന്നു. പപ്പ സോറി, എനിക്ക് പൊന്നിലൂർക്ക് പോവണ്ട, ആരെയും കാണണ്ട, ഒന്നും വേണ്ട. പപ്പ എന്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. സ്റ്റാലി കയ്യിലെടുത്ത മദ്യക്കുപ്പി ടീപ്പോയിലേക്ക് വെച്ചു. ഞാൻ സോറി പറഞ്ഞില്ലേ പപ്പ? ഞാൻ തോറ്റു നിന്നില്ലേ? ഇനി എന്തിനാ എന്റെ വാശി? സ്റ്റാലി അവളുടെ വിതുമ്പുന്ന മുഖത്തേക്ക് നോക്കാണ്. ഓക്കെ. സ്റ്റാലി എഴുന്നേറ്റു. അലീനയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണു നിറഞ്ഞ് കവിഞ്ഞു. സ്റ്റാലി തൂവാലെടുത്ത് കൊടുത്തു. കണ്ണുനീരെല്ലാം തുടച്ചിട്ട് ഈ മുറി നിറങ്ങിയാൽ മതി. അലീന അത് വാങ്ങി കണ്ണുമുഖം തുടച്ചു. അങ്ങനെ സ്റ്റാലിയെയും കൂട്ടി ഊണുമുറിലേക്ക് എത്തിയേ. ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോൾ സ്റ്റാലിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് നഷ്ടപ്പെട്ട രുചിയെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നുവെന്ന്. ഇടയ്ക്ക് അലീനയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത് അവിടെയുള്ളവർക്ക് നിന്നെ ഇഷ്ടമാകത്തുകൊണ്ടാ. എന്റെ അനുജന്മാർക്കും അവരുടെ ഭാര്യമാർക്കും നീ ഒരു പരിഹാസപാത്രമായിരിക്കും. ഞാൻ പോകണമെന്ന് പറഞ്ഞല്ലേ പപ്പ. ഇഷ്ടമില്ലാത്തവരുടെ ഇടയിൽ നീ വിഷമിച്ചു പോകും. സ്റ്റാലി വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നും ഇങ്ങനെ ഇഷ്ടക്കേടിരുന്നാ മതിയോ? അവധക്കുട്ടിച്ചൻ ഇടപെട്ടു. ഇഷ്ടക്കേട് മാറണ്ടായോ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞു നോക്കിയല്ലേ അത് മാറേണ്ടത്. അങ്ങനെ എന്റെ മോളെ ആരും പോയിട്ട് തട്ടിക്കളിക്കണ്ട, സ്റ്റാലി പറഞ്ഞു. ആര് തട്ടിക്കളിക്കുന്നു? അവധക്കുട്ടിച്ചൻ എതിർത്തു. നിന്റെ പറച്ചിലായിട്ട് തോന്നുമല്ലോ ഇവള് പൊന്നൂർക്ക് ചെല്ലേണ്ട താമസം എല്ലാവരും കൂടി ഇവളുടെ മേൽ ചാടി വീണ് കടിച്ചു തരാൻ നിൽക്കുകയാണെന്ന്. നിന്റെ മോളുടെ ദേഹത്തോടാൻ നിന്റെ അനുജന്മാരിൽ ആർക്കെങ്കിലും ധൈര്യപ്പെടുമ്പോൾ അലിച്ച ഈ മുറ്റത്ത് കാലുകുത്തരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറക്കി വിടുവോ? അങ്ങനൊന്നും ചെയ്യില്ലായിരിക്കും. പക്ഷേ ചില കുത്തുവാക്കൾ പറഞ്ഞു നിന്നിരിക്കും. അത് കേൾക്കണ്ടേ? അവളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറയുമ്പോൾ അലിച്ച അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ? സ്റ്റാലിക്ക് ദേഷ്യം വന്നു. അപ്പച്ചനാണ് ഇവളുടെ മനസ്സിൽ ഓരോന്ന് കുത്തിവെക്കുന്നത്. ആണെങ്കിൽ എന്താടാ? അവധക്കുട്ടിച്ചാന് ദേഷ്യം വരുന്നുണ്ടേ. നീ എന്താണ് വലിയ കേണലായത്? ഒന്ന് നിർത്തണേ പ്ലീസ്. ആളിനെ ഇടയിൽ കയറുന്ന രണ്ടുപേരുടെയും നിനക്ക് കൈകുപ്പി. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും വഴക്കടിക്കല്ലേ. എനിക്ക് പൊന്നൂർക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ സ്വന്തക്കാരനൊന്നും കാണാനും മിണ്ടാൻ ഒരാഗ്രഹം തോന്നിപ്പോയി. ആരില്ലല്ലോ എന്ന് വിചാരിച്ച് 10-23 കൊല്ലം ഞാൻ ജീവിച്ചതില്ലേ. എല്ലാവരും ഉണ്ടെന്നറിഞ്ഞപ്പോ കാണാനൊരു കൊതി. ഇപ്പം അതും ഞാൻ പിൻവലിച്ചു. ഇനി എന്തിനാ വഴക്ക്? എനിക്ക് എങ്ങോട്ടും പോവണ്ട.
ഇവിടെയുള്ളവരെങ്കിലും സമാധാനിരുന്നാൽ മതി. അതോടെ ഊൺമേശമേൽ നിശബ്ദമായിരിക്കാണ്. അവത് കുടിച്ചാൻ ധൃതിയിൽ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയി. സ്റ്റാലിയുടെ വേഗം കുറഞ്ഞു. ആഹാരം കഴിക്കുന്നിടയിൽ പപ്പ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടെന്ന് അലിനയ്ക്ക് തോന്നി. ഭക്ഷണത്തിന് ശേഷം അയാൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി. ടവലിൽ കൈ തുടച്ചുകൊണ്ട് ആവേശത്തിലേറെ നിന്നു. അലിന പാത്രങ്ങളെല്ലാം പറക്കി കിച്ചണിലേക്ക് കൊണ്ടുപോയി. സ്റ്റാലിൻ ഊണുമുകളിൽ നിന്നും അല്പം നേരം ചുറ്റിപ്പറ്റി നിന്നു. എന്നിട്ട് കിച്ചണിന്റെ വാതിക്കലെത്തി. എന്താ പപ്പ, വല്ലതും ആവശ്യമുണ്ടോ? ചൂടുവെള്ളം? ഒന്നും വേണ്ട, ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. സ്റ്റാലിൻ തിരികെ ഊൺമേശയ്ക്കടുത്തേക്ക് വന്നു. അവിടെ അല്പസമയം നിന്നിട്ട് വീണ്ടും കിച്ചൺ വാതിക്കലേക്ക് ചെന്നു. അലിനയ്ക്ക് ആശ്ചര്യമായി. ഈ പപ്പയ്ക്ക് എന്തു പറ്റി? ഭക്ഷണം കഴിച്ചാലുടൻ ഊണുമുകളിൽ നിന്ന് പോവുകയാണല്ലോ പതിവ്. അലീന. അപ്പോഴേക്കും അലിന അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നാൽ നീ ഒറ്റപ്പെട്ടു പോകും, മനസ്സിലായോ? പപ്പ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അലീനയ്ക്ക് അത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി പപ്പ. സ്റ്റാലിൻ പോകാനായി തിരിഞ്ഞിട്ട് 2 നിമിഷം എന്തോ ആലോചിച്ചു നിന്നു. അല്ലെങ്കിലും നീ പോയാൽ എന്റെ കാര്യമൊക്കെ ആര് നോക്കും? പൗലോസ് ഇതുവരെ വന്നിട്ടില്ല. ഞാനൊന്നും ഓർത്തില്ല പപ്പ, സോറി. സ്റ്റാലിൻ മെല്ലെ നടന്നു നീങ്ങി. അലീന ജോലിയിലെ ഒതുക്കി കിടപ്പറിലെത്തി. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ അവിടേക്ക് വന്നു. അലീന അതിശയത്തോടെ പപ്പയെ നോക്കി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ പുല്ലൂർക്ക് പോയിക്കോ. ഇനി ഇങ്ങനൊരു വിഷമം വേണ്ട. ഞൊടിയുടെ കൊണ്ട് അലീനകളുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. വേണ്ട പപ്പ, പപ്പായെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോണില്ല. സ്റ്റാലിൻ 2 നിമിഷം ഒന്നുകൂടി ആലോചിക്കുകയാണ്. ഞാനും വരാൻ നിന്റെ കൂടെ, അത് പോരെ? അലീന ഒറ്റ കരച്ചിലോടെ അയാളുടെ തോളത്തേക്ക് മുഖമർപ്പിച്ചു. കൊട്ടാരമഠത്തിൽ നിരത്തിയ പഴയ ഇരുമ്പ് ഗേറ്റ്. രേവതിക്കുട്ടി പറഞ്ഞു കൊടുത്തിരുന്ന പോലെ തന്നെ എല്ലാം. കാറിലിരുന്ന അലീന അത്ഭുതത്തോടെ ഓർത്തു. ചുറ്റുമതിൽക്കെട്ടും കടന്ന് കാർ വീട്ടുമുറ്റത്തെത്തി നിന്നു. കാറിൽ വന്ന് ആരാണെന്ന് നോക്കാൻ നൈറ്റിട്ട ഒരു സ്ത്രീ സിറ്റൗട്ടിലേക്ക് വന്നു. അവതക്കുട്ടിച്ചായൻ ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങി. അപ്പച്ചനത് എവിടെ പോയിരിക്കുകയായിരുന്നു ഇത്രയും നാളും? ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുള്ളതാ? റോബിച്ചൻ എങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് മാറണമെങ്കിൽ ആറിന്റെ വീട്ടിൽ മകളെടുത്ത് തലയ്ക്ക് ഒളിവില്ലാതെ പൊടുന്നനെ ആൻസിയുടെ വായത്താൽ നിലച്ചു പോയിട്ടോ. സ്റ്റാലി ജോസഫ് ഡോർ ഇറങ്ങുന്നത് കണ്ട് ആൻസി അമ്പരപ്പോടെ നിൽക്കാണ്. പിന്നാലെ അലീനയും ഡോർ തുറന്നിറങ്ങി. ആൻസിയുടെ അലീനയുടെ മേൽ വീണു. അവൾ ആശ്ചര്യത്തോടെ ഒരു ചുവട് പിന്നോക്കം നീങ്ങി. അലീന ആൻസി നോക്കി ഒന്ന് ചിരിക്കാണ്. എന്താണ് നിന്റെ കെട്ടിയവൻ? അവധുക്കുട്ടിച്ചായൻ ചോദിച്ചു. ടൗണിലോട്ട് പോയതാ. എപ്പോ വരും? അറിയത്തില്ല. ആൻസി ഉടനെ തിരിഞ്ഞകത്തേക്ക് പോയി. അതാണോ വല്യപ്പച്ച, റോബിച്ചായന്റെ ഭാര്യ? അത് നീ എങ്ങനെ അറിഞ്ഞു? കണ്ടപ്പം തോന്നി, കേറി വാ. അവധുക്കുട്ടിച്ചായൻ മുമ്പേ കയറി. പിന്നാലെ അലീന. സ്റ്റാലിൻ മുൻവശത്തെ മുറ്റത്തോട് നടന്ന് പരിസരങ്ങൾ വീക്ഷിക്കാണ്. അയാൾ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. ആ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ അയാളുടെ ബാല്യവും കൗമാരവും ഒക്കെ പൊടിമൂടി കിടക്കുന്നു. ഒരു ശീമച്ചാമ്പ, ഒരു മൈലാപ്പൂവ്, ഒരു പച്ചിലപ്ലാവ്, ഒരിലത്തി, അങ്ങനെ സ്റ്റാലി ഇരിപ്പുമുറിലേക്ക് കയറി ചെന്നപ്പോ അലീനയും അവധക്കുട്ടിച്ചായനും അവിടെ ഇരിപ്പുണ്ട്. എന്താണ് ഇവിടെ ഇരുന്ന് കളഞ്ഞത്? സ്റ്റാലി ചോദിച്ചു. ചായയോ കാപ്പിയോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അതിൽ നിന്നറിയാം ഇവിടുത്തെ ഒരു കാലാവസ്ഥ, അവധക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാലി ഒരു കസേരയിലേക്ക് ഇരിക്കാണ്. ഏതൊക്കെയോ സ്ത്രീകൾ ഡോർ കട്ടപ്പുറത്ത് വരുന്നതും അതിന്റെ വിടവിലൂടെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നതൊക്കെ കാണാമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആരും അവിടെ സംസാരിക്കാൻ വന്നില്ല. സ്റ്റാലി പത്രം എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവധക്കുട്ടിച്ചായൻ അലീനയും കൂട്ടി കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തെയും പഴയ തറവാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരിടനാഴിലൂടെ അവർ നടന്നു. ഇതാണ് എന്റെ മുറി, അവധക്കുട്ടിച്ചായൻ ഒരു വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. പൊക്കം കുറഞ്ഞ മരച്ചുവരുകളാണ് ആ മുറിക്ക്. അങ്ങനെ അവിടെ തൂക്കിയിടുന്ന കുറെ ഫോട്ടോകൾ അലീനെ കാണിക്കാണ്. ദാ ഇതാണ് ചിന്നമ്മ. അവധക്കുട്ടിച്ചായൻ ഒരു ഫോട്ടോ തൊട്ട് കാണിച്ചു. 45 വയസ്സ് തോന്നിച്ചു. ചട്ടയും മുണ്ടും കസവൊക്കെയാണ് വേഷം. പിന്നെയും അലീന ചിന്നമ്മയുടെ പടങ്ങൾ പലതും കണ്ടു. അക്കൂട്ടത്തിൽ അവധക്കുട്ടിച്ചായന് ചിന്നമ്മയുടെ വിവാഹ ഫോട്ടോയും ഉണ്ടായിരുന്നു. അലീന അതിലുള്ള ചിന്നമ്മയെ കണ്ട് അതിശയം തോന്നി. 14-15 വയസ്സുള്ള ബാലിക. താൻ ആ പ്രായത്തിൽ ഇത്രത്തോളം വെളിഞ്ഞിട്ടായിരുന്നെന്ന് അലീന ഓർക്കുന്നുണ്ട്. ഇനി 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിലെ മുഖവും തന്റെ മുഖവും തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന ഫോട്ടോ ചുമലിനെടുത്തു. പ്രസന്നവതിയാണ് ചിന്നമ്മ. ശാന്തമായ കണ്ണുകളും സ്നേഹം വലിയുന്ന നോട്ടവും സദാ മന്ദസ് തൂകുന്ന ചുണ്ടുകളും ആരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും സ്നേഹത്തോടെ സംസാരിക്കാനും വെമ്പുന്ന മുഖഭാവം. അലീന അറിയാതെ അവളുടെ കണ്ണില് വെള്ളം നിറയാണ്. ഈ ചിന്നമ്മയാണ് തന്റെ സ്വഭാവത്തിന്റെ രൂപത്തിനും ആധാരം. അവധക്കുട്ടിച്ചായനും ഒരു പരിധിവരെ കേരള സ്റ്റാലി ജോസഫും തന്നെ കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെ പിന്നിലെ പ്രഥമ വികാരവും ഈ ചിന്നമ്മ അവർക്ക് പകർന്നു നൽകിയ സ്നേഹ സ്മരണകളാണെന്ന് രൂപസാദൃശ്യവുമാണെന്ന് അലയ്ക്ക് മനസ്സിലായി.
അലീന ഫോട്ടോയിലേക്ക് എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അവതക്കുട്ടിച്ചായൻ ചോദിച്ചു, സിനിമ ഇഷ്ടപ്പെട്ടോ? അലീന തലയാട്ടി. എന്നിട്ട് വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. എന്നാലും ഇന്നത്തെ കളർ ഫോട്ടോയേക്കാൾ ജീവനും മിഴിവുമുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും പുറത്ത് കാറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. റോബിച്ചന അവൾ ഫോൺ ചെയ്ത് വരുത്തിയതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരികയില്ല. അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. ജീപ്പ് നിർത്തിയിട്ട് റോബർട്ട് അതിൽ നിന്നിറങ്ങി വീട്ടിനുള്ളിലേക്ക് വന്നു. ഇരിപ്പുമുറയിൽ സ്റ്റാളിരിക്കുന്നത് കണ്ട് ഒരു നിമിഷം നിന്നു. എന്നിട്ട് ഭംഗിവാക്കുന്നതിൽ ചോദിച്ചു, ലാൽച്ചായൻ എപ്പോഴാ വന്നത്? ഒറ്റയ്ക്കാണല്ലോ? ഒറ്റയ്ക്കല്ല, നിന്റെ അപ്പനുണ്ട്, എന്റെ മോളുണ്ട്. ആരാ? ടാനിമോളോ അതോ ടെൽസിയോ? ഞാൻ പരിചയപ്പെടുത്തി തരാം. അനന്തരം സ്റ്റാൻ അല്പം ഉച്ചത്തിൽ വിളിച്ചു, അലീന. നിമിഷങ്ങൾക്കുള്ളിൽ അലീനയും പിന്നിൽ അവതക്കുട്ടിച്ചായനും അങ്ങോട്ടേക്ക് വരാണ്. അലീന, ഇതാണ് നിന്റെ ഇളയച്ചൻ, അതായത് എന്റെ അനുജൻ, അപ്പച്ചന്റെ ഇളയ മോൻ. നിനക്കിവനെ അങ്കിളെന്നോ റോബി പാപ്പൻ എന്നോ വിളിക്കാം. അലീന കൗതുകത്തോടെ റോബിയെ നോക്കാണ്. ആൾ തന്നെ നോക്കുന്ന പോലെയില്ല. കഴുത്തിൽ അങ്ങനെ അയാള് ദേഷ്യപ്പെട്ട് നിൽക്കാണ്. റോബി, ഇതാണ് എന്റെ മൂത്ത മകൾ. പേര് കേട്ടല്ലോ, അലീന. മുമ്പിങ്ങനെ പേര് കേട്ടിട്ടില്ല, അതാ സംശയം. റോബർട്ട് ഇഷ്ടമില്ലാതെ പറയാണ്. എന്റെ മോളുടെ പേര് മുമ്പ് നീ കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ പപ്പനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. സ്റ്റാൻലി എഴുന്നേറ്റു. ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് പോവാ. അവളെ ആരെങ്കിലും നമ്മൾ നോവിച്ചെന്നോ വഴക്ക് പറഞ്ഞെന്നോ കരയിച്ചെന്നോ ഞാൻ കേൾക്കാൻ ഇടവരരുത്. റോബർട്ട് മിണ്ടിയില്ലാട്ടോ. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം. തൊണ്ടൽ പഴുത്താൽ ഇറക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. റോബി പിറുപിറുക്കിയാണ്. അത്രയും ചെയ്താൽ മതി. സ്റ്റാൻലി സമ്മതിച്ചു. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. ഞാനൊന്ന് കറങ്ങിയിട്ടേ വരൂ. തിരുവനന്തപുരത്ത് പാങ്ങോട്ട് പോകും. അവളെന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എറണാകുളത്ത് പോകും. ഇവിടുന്ന് പോയേക്കാമെന്ന് തോന്നുമ്പോ ഒന്ന് റിങ് ചെയ്താൽ മതി, കേട്ടല്ലോ. അലീന തലയാട്ടുകയാണ്. സ്റ്റാൻലി അവിടെ നിറങ്ങി. അങ്ങനെ സ്റ്റാൻലി പോവാണ്. എവിടെയോ വല്യപ്പച്ചന്റെ റാണിമോൾ ഷെർണാൻഡി അല്ല ചോദിച്ചു. വാ. അവതക്കുട്ടിച്ചായൻ അവളൊരു റൂമിന് നേർക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ വാതിൽ ചാരിട്ടിരിക്കായിരുന്നു. അതിൽ വലിയ നിഗൂഢതയുള്ള കവാടമാണെന്ന് അല്ലേക്ക് തോന്നി. താനെ തുറക്കാൻ പോവുകയാണെന്നും. അപ്പച്ചൻ എവിടെയായിരുന്നു ഇത്രയും നാളും? എന്നെ നോക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? അപ്പച്ചനുള്ള ദേഷ്യം കൂടി എല്ലാവരും എന്നോട് തീർക്കുന്നത്. എനിക്കങ്ങനെ എപ്പോഴും ഇവിടെ കാവലിരിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്നങ്ങനെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അവതക്കുട്ടി ഷെറിനോട് ചോദിക്കുകയാണേ. അത് കേട്ട് ഷെറിൻ ചിരിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് എന്നെ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്ന് തള്ളുമായിരിക്കും. നീ ഇവളോടൊന്ന് മിണ്ടിക്കേ. ലാലിച്ചിന്റെ മോളായത്. വീണ്ടും ഷെറിനാണ് അല്ലിനെ നോക്കുന്നുണ്ട്. ലാലിച്ചാന്റെ മോളെ കിട്ടി. എന്റെ മോളെ എനിക്ക് എന്നാ കിട്ടുന്നേ? ഇത്രയും പ്രായമായിട്ട് എനിക്ക് വേണ്ട. കിട്ടുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ തന്നെ എത്ര വർഷമായി? എനിക്ക് വയ്യ. അത്രയും പറഞ്ഞിട്ട് അവൾ വിരലുകൾ മടക്കി എണ്ണാൻ തുടങ്ങി. 1 2 3 4 എന്നിട്ട് അവതക്കുട്ടിച്ചാനെ നോക്കി. മടക്കി ഒരു നിവൃത്തി. 6. അലീന ഷെറിൽ നിന്ന് കണ്ടെടുത്ത് അവതക്കുട്ടിച്ചാന്റെ നേർക്ക് തിരിച്ചു. വല്യപ്പച്ചന്റെ മുഖത്തെ വിളർച്ച അവൾ തിരിച്ചറിഞ്ഞു. നീ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ മോളെ? അവതക്കുട്ടിച്ചാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, എന്നിട്ട് ഞാൻ ഇനി മരുന്ന് കഴിക്കുന്നുള്ളൂ. നീ ഇന്ന് രാവിലെ ആരുടെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കി, എല്ലാവരോടും പിണങ്ങി. അപ്പച്ചന് ഇപ്പൊ എന്നെ വേണ്ടല്ലോ. നീ ഇപ്പോഴും ഇതിനകത്തന്നെ ഇരുന്നിട്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങ്. മനുഷ്യരെയൊക്കെ കാണുകയും വർത്താനം പറയുകയും ചെയ്യേ. കാറ്റും വെളിച്ചവും ഏറ്റവും തന്നെ കുറെ വ്യത്യാസം വരും. എനിക്ക് കാറ്റും വേണ്ട, വെളിച്ചവും വേണ്ട. എന്റെ മോളെ തന്നാ മതി. എനിക്ക് ആരെയും കാണുകയും വേണ്ട. അവൾ അവതക്കുട്ടിച്ചാണ്ട് പിണങ്ങി നിൽക്കാണ്. വാ. അവതക്കുട്ടിച്ചാൻ അലീനയെ വിളിച്ചുകൊണ്ട് മുറി വിട്ടിറങ്ങി. നേരെ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ആൻസി. അവതക്കുട്ടിച്ചാൻ വിളിക്കാണ്. അടുക്കളയിൽ നിന്ന് ആൻസി ഊണുമുറിയിൽ വാതിലേക്ക് വന്നു. റാണിമോൾക്ക് നീ മരുന്ന് കൊടുത്തില്ലേ? കൊടുത്താൽ കഴിക്കണ്ടേ? എത്ര പ്രാവശ്യം നിർബന്ധിക്കണ്ടേ? ബലമായിട്ട് കഴിപ്പിക്കണം. അതിന് ഗുസ്തൊടിക്കാനൊന്നും എനിക്ക് വയ്യ. റോബിച്ചാൻ ഇല്ലായിരുന്നു ഇവിടെ. റോബിച്ചാന് അവളെ മരുന്ന് കഴിപ്പിച്ചോണ്ട് വിടുന്നാ മതിയോ? വേറെ എന്തെല്ലാം ജോലിയുണ്ട്? ഇന്നലെ രാത്രി റോബിച്ചാനെ കുറെ നോക്കിയതാ. അവൾ ഗുളിക വായിലിട്ടിട്ട് തുപ്പിക്കളഞ്ഞു. റോബിച്ചാൻ ഒരടിയും വെച്ച് കൊടുത്തു. അതിന്റെ പരാതി വന്നപ്പോഴേ പറഞ്ഞു കാണുമല്ലോ. അടിച്ചെന്നൊന്നും അവള് പറഞ്ഞില്ല. അതൊക്കെ മറന്നു കാണും. ഓർക്കണമെങ്കിൽ നല്ല ബോധം വേണ്ടേ? ആൻസി പെരുവൃത്തോണ്ട് പറയാണേ. അത് പോട്ടെ, ആരെങ്കിലും വീട്ടിൽ വന്നാ ഇങ്ങനെയാണോ ആൻസി പെരുമാറേണ്ടത്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ നീ നോക്കിയാലും പറ്റത്തില്ലല്ലേ? ലാലിച്ചിന് 15 മിനിറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. അവതക്കുട്ടിച്ചായൻ ശ്വാസനോടെ ചോദിക്കാണ്. ആറ് കൊടുക്കാനാ വെള്ളം? അപ്പച്ചൻ വേണമെങ്കിൽ പറഞ്ഞാ മതി. കൊളുത്തപ്പുഴന്ന് വേറെ ആര് വന്നാലും പച്ചവെള്ളം പോലെ കൊടുക്കണ്ടെന്നാ റോബിച്ചൻ പറഞ്ഞേക്കുന്നത്. ആൻസി പറയാണ്. അല്ലെങ്കിലും അവളെ അവസ്ഥയിൽ വിരുന്നുകാരെ സൽക്കരിക്കാൻ നിൽക്കണോ? ചോദ്യം കേട്ട് അവതക്കുട്ടിച്ചാൻ തലതിരിച്ചു നോക്കി. മരക്കയിൽ നിന്ന് ഒരു തേങ്ങാമരം കൈപ്പിടിച്ച് മറിയക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, നിങ്ങളോടുണ്ടായിരുന്നോ? ഞാനെല്ലാവരും നോക്കും. എന്റെ മോളുടെ കാര്യം ഇവിടെ ആർക്കവളുടെ കാര്യത്തൊരു ശ്രദ്ധ? അതും ഇവളിങ്ങനെ ഇരിക്കുമ്പോ. ആൻസിയുടെ അമ്മയാണ് കേട്ടോ ഈ പറഞ്ഞ മറിയക്കുട്ടി. എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ.
അലിനിക്ക് ലേശം ഉച്ചച്ചോറ് ഇവിടുന്ന് കിട്ടോ അതോ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുമോ? അതിനിപ്പോ ഉച്ചയായില്ലല്ലോ, ആൻസി ചോദിക്കാണ്. ഉച്ചയാകുമ്പോ പറഞ്ഞാൽ മതിയോ? അവധക്കുട്ടിച്ചാൻ ദേഷ്യം പിടിച്ചു. അതെ, ലാലിച്ചൻ ആരെ പേടിക്കാനല്ലാതെ ജീവിച്ച കാലത്ത് കണ്ട അലവലാതി പെണ്ണുങ്ങളുമായിട്ട് കൂട്ടുകൂടി ഒരു തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചതിന് ഇവിടെയുള്ളവരെന്ത് വേണം? അവളുമാരെ പെറ്റിട്ട് പോയ അനാഥ പിള്ളേരെ സൽക്കരിക്കാൻ എന്നെക്കൊണ്ട് വയ്യ. പറ്റുമെങ്കിൽ ഞാൻ ഗ്ലാസ് വെള്ളം പോലും എന്റെ കൈ കൊണ്ടെടുത്ത് കൊടുക്കുകയില്ല. അതിന് വേറെ ആള് നോക്കണം. ആൻസി മുഖത്തടിച്ചവരെ പറഞ്ഞത് കേട്ട് അവധക്കുട്ടിച്ചാൻ വിളറിപ്പോയിട്ടോ. ലാലിച്ച വന്നപ്പോ നിനക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടായോടി? നിന്റെ വായിലെന്താ പഴമായിരുന്നോ? അവനെ കണ്ടത് നീ അകത്തോട്ട് കയറി ഓടുന്ന കണ്ടല്ലോ. അവധക്കുട്ടിച്ചാൻ ആൻസിയോട് ചോദിക്കാണ്. എനിക്ക് അങ്ങോട്ട് പറയേണ്ട ആവശ്യം വന്നില്ല. വന്നാൽ പറയുക തന്നെ ചെയ്യും. എനിക്ക് ലാലിച്ചിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനല്ല എനിക്ക് ചിലവ് തരുന്നേ റോബിച്ചായനാ. റോബി, എടാ റോബി, അവധക്കുട്ടിച്ചാൻ ഒച്ച വെച്ച് വിളിക്കായിരുന്നേ. സിറ്റോറിലുണ്ടായിരുന്ന റോബർട്ട് വിളികേട്ട് ഊണുമുറിലെത്തി. ഈ കിഴങ്ങച്ചിന് ഒരു നേരം ചോറക്കാനുണ്ടോ ഇവിടെ? ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം, ലാലിച്ചൻ ഒരുപാട് ദൂരം പോകുന്നതിന് മുമ്പ് അവനെ വിളിച്ച് ഊണ് വാങ്ങിപ്പിക്കണം. ഇവിടെ ചോറ് കൊടുക്കില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്റെ കെട്ടികളോട് ചോദിച്ചു നോക്ക്. നീ അങ്ങനെ പറഞ്ഞോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വിളമ്പിക്കൊടുത്ത് സൽക്കരിക്കാനൊന്നും പറ്റില്ലെന്നാ പറഞ്ഞത്. ഇനി ഞാന് തന്നെ പറയും. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളണം. ഇത് പിന്നെ പണ്ടേ ഒരു വഴിയമ്പലം പോലെ തുറന്നിട്ടിരിക്കുകയാണല്ലോ. കാണുന്ന വഴിപോക്കർക്കെല്ലാം കയറി നിറങ്ങാൻ പാകത്തിന്. ആൻസി ദേഷ്യത്തോടെ പറയാണ്.